ഇന്ന് നീലക്കാര് ജയിച്ചു. നീലക്കാര് മുംബൈയിലെ നീല. എന്ത് നീല? അത് പറഞ്ഞല്ലേ, ഞങ്ങളെ ജയ്സ്മലും നീലുണ്ട്. കൂട്ടൂല, കപ്പുള്ള പോലെ നീലാണ് നീല. ബാക്കിയുള്ളവർക്ക് 5 കപ്പിന്റെ കണക്കും പറഞ്ഞാൽ എപ്പോഴും വരും. ഞങ്ങളെ സമ്മതിക്കട്ടെ, ഹിസ്റ്ററി തിരുത്തും. ഒരു ഹിസ്റ്ററി ഇപ്രാവശ്യം കപ്പ് ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങളെ റിക്കിൾട്ടനും ഹിറ്റ്മാനും കൂടി കഴിഞ്ഞ കളിയിൽ നടത്തിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടുകൾ കണ്ടീനാ. അത് കണ്ടിട്ടാണ് ഈ വക വർത്താനങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഓപ്പണേഴ്സിന്റെ കഥ ഒന്നും പറയണ്ട. രാഹുല്, പത്തും നിസാങ്ക, ഈ ചെങ്ങായി വേൾഡ് കപ്പിൽ 1-2 കളി കളിച്ചിരുന്നല്ലാതെ ബാക്കിയൊക്കെ മോശം തന്നെ. IPL കഴിയുമ്പോൾ IPL സൂപ്പർ സ്റ്റാർ ആവും. ആ സ്റ്റെപ്സ് മറ്റേ റിസ്വി കളിയൊക്കെ കഴിഞ്ഞ കളി എല്ലാവർക്കും അറിയാം. ആകെ 1-2 കളി കളിച്ചു. കഴിഞ്ഞ സൂപ്പർ ഫോമിലാണ്. ആ ഒരു 50 അടിച്ച് ഈ കൊല്ലത്തെ കോട്ട കഴിഞ്ഞു. ഡൊമസ്റ്റിക്കിൽ എപ്പോഴെങ്കിലൊക്കെ 4 അടി അടിച്ചു. അല്ലാതെ ഒരു ഉസാറുള്ള ഉസാറുള്ള കളിക്കാരനാണെങ്കിൽ തല ഓനെ വിടുവായി പറ്റൂല ഒഴിവാക്കിയാണ്. എന്താ തല ഹിറ്റ്മാനൊക്കെ പറയാം. ബായി ബായി ഞങ്ങൾ തല ഹിറ്റ്മാനെ കിങ്. ഇത് ഇവർ കഴിഞ്ഞിട്ടുള്ള ഇവിടെ ആരും അങ്ങനെ ഒരു ഫോക്കസ് ഉണ്ടാക്കൊന്നും വേണ്ട. ഫോക്കസൊന്നുമല്ല. ഞങ്ങള് ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഇന്ത്യൻ ക്രിക്കറ്റ്. ഈ 3 ആൾക്കാരെ എല്ലാം ഇവിടെ ആരാള്? നിങ്ങളെ രാഹുലിനെ കൊണ്ടോ ഇവർക്ക് കളി നിർത്തേണ്ട സമയം കഴിഞ്ഞാണ്. കോഹ്ലി പിന്നെ കുറച്ചും കൂടെ ഇങ്ങനെ രോഹിത്തും സമ്മതിക്കാം. അല്ല ഇതിലെന്തിന് MS ധോനിനെ? അല്ല, ഈ 3 ആൾക്കാര് ആ കൂട്ടത്തിൽ നിങ്ങളെ പെടുത്ത അങ്ങനെ ആരും ഇല്ലാന്നായി പറഞ്ഞു. ചെക്കന്മാരെ വെച്ച് ജയിക്കും. മുംബൈ ഇന്ത്യൻസ് ഐക്കൺ രോഹിത് ശർമ്മ. ഞങ്ങക്ക് DC ഐക്കൺ ആരാണ്? രാഹുലിന്റെ. എന്തേ രാഹുലിന് എന്താ കുറവേ? ഹിറ്റ്മാനോട് കിടക്കുന്നത്, രാഹുലോട് കിടക്കുന്നത്, അക്ഷർ പട്ടേൽ, ഇവിടെ ഉണ്ടാകുമ്പോഴത്തെ കുൽദീപ് യാദവ് അവിടെ, നട്ടരാജനുണ്ട്. കഴിഞ്ഞ കളിയിൽ എന്ത് ബോളിംഗ് ആണ്. ആ ചെങ്ങായിന്റെ നടുവെട്ടി ഇടക്കിടക്ക് കളിച്ചാതാവും. അത് ഫാസ്റ്റ് ബോളേഴ്സിന് ഇഞ്ചറീസ് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ കളിയില് 3 വിക്കറ്റ് എടുത്തു. പിന്നെ എങ്കിടി ഉണ്ട്, ഷാർക്ക് മുങ്ങി, പേടിച്ചിട്ട് മുങ്ങി. എങ്കിടി ഉണ്ടെങ്കിൽ ഇവിടെ ബൂമറ ഉണ്ട്. പിന്നെ വേറെ ഒരാളിങ്ങോട് പറയണ്ട, ബൂമറ ഉണ്ട്, 2 ബോൾട്ട് ഉണ്ട്. ബൂമറാനൊക്കെ ഞങ്ങള് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പേടിയാനില്ല, മുട്ടിടിക്കുന്നില്ല. കാരണം എന്താ, ഞങ്ങൾക്ക് തലമ കയറ്റിവെക്കേണ്ട ടീമല്ല. ഞങ്ങൾ പൊരുതി ജയിക്കും. നിങ്ങൾ പൊതിർന്നു പോകും. ഞങ്ങൾ ബാറ്റിംഗ് ഒന്ന് നോക്കി. നിങ്ങള് ആര്? റിക്കിൾട്ടൺ ആണെങ്കിൽ ക്യൂഡിക്കാനും കളിപ്പിച്ച 2 ഒരുപോലുള്ള മുതല്. പിന്നെ ഹിറ്റ്മാന്, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്. ഏത് വേൾഡ് കപ്പ് ഹാർദിക് പാണ്ഡ്യ വേൾഡ് കപ്പിൽ ഇവിടെ മറ്റേ USA ഒക്കെ തോൽക്കാൻ നോക്കുമ്പോ കളിച്ച കളി തന്നെയാണ്. വേൾഡ് കപ്പ് തന്നെയാണ്. പിന്നെ ഞങ്ങള് ഹാർദിക് പാണ്ഡ്യ, സാന്നർ വന്നിക്കണ്. മൊത്തത്തിൽ അങ്ങോട്ട് നോക്കിയാലേ നിങ്ങളെ കൊണ്ടൊന്ന് പിടിച്ചാൽ ഞങ്ങളെ കളിക്കാരുണ്ടേ. ആരുണ്ട്? റിസ്വിനെ നോക്കി, മിഡിൽ ഓർഡറിൽ സ്റ്റബ്സ് ഉണ്ട്, മില്ലറിനൊക്കെ ഫിനിഷറാണ്. ഞങ്ങളെ ഫിനിഷറാണ്. നിങ്ങൾക്ക് പേടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നമുക്ക് നോക്കാം. 26 റൺ എടുത്തപ്പോ 4 വിക്കറ്റ് പോയ ടീമല്ലേ അത്? മറ്റൊരു LSG കൊണ്ട് പറ്റാത്തതുകൊണ്ട് അവര് ബാക്കി വിക്കറ്റ് എടുത്തില്ല. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ 4 വിക്കറ്റ് പോയാലേ പിന്നെ അറിയാം ഇവിടെ ബൂമറൊക്കെയാണ് വരില്ല. അവിടുത്തെ പോലെ അല്ല. പൊട്ടിച്ചാനുള്ള മാർഗം ഞങ്ങൾ ഇവിടെ കണ്ടുവെച്ചിട്ടുണ്ടോ? അസ്കർ പട്ടേലിന്റെ അടിക്കാരോ നിങ്ങളിപ്പോ LSG ആയിട്ട് ജയിച്ചാണ് ഇപ്പൊ ഈ വർത്താനം. ആ പന്ത് റൺഔട്ടായി, ആ പൂർണ്ണനെ കളിച്ചില്ല. ഇതെല്ലാം കൂടി ആയിക്കാണ്ട് അവർക്കൊരു ഉസാറ് കിട്ടിയില്ല. അങ്ങനെ ഹിറ്റ്മാന് വേറെ ഡെക്മാനൊക്കെ ആക്കും ഞങ്ങൾ. അതും പറഞ്ഞവിടെ നടന്നോളി. ഹിറ്റ്മാനും കുട്ടികളും ഇത് ഞങ്ങള് ഹാർദിക് പാണ്ഡ്യയും കുട്ടികളെന്ന് പറയാത്തത് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായതുകൊണ്ടല്ല. അത് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോന്നും പറയാം. ഞങ്ങൾക്ക് വിഷയം വിട്ടതായിരുന്നു. അല്ലല്ല, ഒരു എടുത്തിരുന്ന കാര്യമില്ല. എല്ലാവർക്കും അറിയാം ഹിറ്റ്മാൻ തന്നെയാണ് അവിടെ വലുത്. പിന്നെ ആ ഭാവി കണ്ടുകൊണ്ട് ഹാർദിക്കിനാക്കിയ അത് ഹിറ്റ്മാൻ ടീംമാനാണ്. എവിടെ നിൽക്കും കേട്ടാ. അല്ലാതെ നിങ്ങളെ മാർക്ക് മറ്റേ ഹാർദിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് തലയിൽ കയറും. ഒരു തലയിൽ കയറില്ല. ഇപ്രാവശ്യം ഉണ്ടല്ലോ 6ാമത്തെ കപ്പ് ആ ഷെൽഫിൽ ഉണ്ടാവും.